നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന പരാജയപ്പെട്ടു, സ്പെയിന് കിരീടം ചൂടി. അതിനുശേഷം അർജൻറ്റീനയുടെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ എഫയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയക്കൊരു കത്തയച്ചിരിക്കുന്നു. ഇത് സാധാരണ ടൂർണമെൻറ്റ് കഴിയുമ്പോൾ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന ടീമുകൾക്കൊക്കെ ഇങ്ങനെ കത്തയക്കാറുണ്ട്. ഇപ്പോൾ 2ാം സ്ഥാനത്താണല്ലോ അർജൻറ്റീന. അപ്പം സ്കലോനിയെയും ടീം അംഗങ്ങളെയും അതുപോലെ കോച്ചിങ് സ്റ്റാഫിനെയും ഒക്കെ നല്ല പ്രകടനം നടത്തി, നിങ്ങൾ മികച്ച കളിയാണ് കളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു നോർമൽ ലെറ്ററാണ്. ആ ലെറ്റർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിങ്ങനെയാണുള്ളത്. പ്രസിഡന്റ് ഫിഫ പ്രസിഡൻ്റാണ് എഴുതുന്നത്. ടു ക്ലോഡിയോ ടാപ്പിയ, ഫിഫ കൗൺസിൽ അംഗം, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ്. ഈ കത്തിൻ്റെ ഡേറ്റ് 20 ജൂലൈ 2026. ഫിഫ ലോകകപ്പാണ് വിഷയം. മിസ്റ്റർ പ്രസിഡന്റ്, ഇന്നലെ 2026 ജൂലൈ 19 ഞായറാഴ്ച മനോഹരമായ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ സ്പെയിനെതിരെ പോരാടി അർജൻറ്റീന 2026 ഫിഫ ലോകകപ്പിലെ വെള്ളി മെഡൽ സ്വന്തമാക്കി. അർജൻറ്റീനിയൻ ഫുട്ബോളിൻ്റെ സുപ്രധാനമായ ഈ പുതിയ നേട്ടത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. 2026 ഫിഫ വേൾഡ് കപ്പ് കൺമുന്നിൽ വിസ്മയം തീർത്ത മത്സരങ്ങൾ, പുതിയ പ്രതിഭകളുടെ ഉയർന്നുവരവ്, കായിക രംഗത്തെ മഹത്തായ താരങ്ങളുടെ സാന്നിധ്യം, ആരാധകരാൽ നിറഞ്ഞ സ്റ്റേഡിയങ്ങളിൽ അത്ഭുതകരമായ അന്തരീക്ഷം എന്നിവയാൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഫുട്ബോൾ ആഘോഷമായി നിലനിൽക്കും. ആൽബി സെലസ്റ്റയുടെ ഗംഭീരമായ പ്രകടനം ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളെ ആനന്ദിപ്പിച്ച ഈ വേൾഡ് കപ്പിനെ ഒരു മികച്ച അനുഭവമാക്കി മാറ്റാൻ നിങ്ങളുടെ പ്രകടനം നിർണായകമായ പങ്കുവഹിച്ചു. ഈ മഹത്തായ നേട്ടത്തിന് പങ്കാളികളായ എല്ലാവർക്കും, കളിക്കാർക്കും, കോച്ച് ലയണൽ സ്കലോനിക്കും, സാങ്കേതിക വിഭാഗം അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ടീമിൻ്റെ മറ്റ് ടെക്നിക്കൽ വശങ്ങൾ കൈകാര്യം ചെയ്തവർക്കും, ടൂർണമെൻറ്റിലുടനീളം ടീമിനെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിരവധിയായ ആരാധകർക്കും എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരോട് എൻ്റെ ഈ അഭിനന്ദനങ്ങൾ നിങ്ങൾ അറിയിക്കണം. ഇത്തരം വിജയങ്ങൾ നിരന്തരമായ അധ്വാനം, പ്രൊഫഷണലിസം, സൂക്ഷ്മമായ ശ്രദ്ധ എന്നിവയുടെ ഫലമാണ്. അതോടൊപ്പം ഈ മനോഹരമായ കായിക വിനോദത്തോടുള്ള അഭിനിവേശം, പ്രതിബദ്ധത, സ്നേഹം എന്നിവയുടെയും ഇതെല്ലാം അർജൻറ്റീനിയൻ ഫുട്ബോളിന് വാഗ്ദാനപൂർണമായ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഭാവിയും പുതിയ വലിയ വിജയങ്ങളിലേക്കുള്ള വഴിയും തുറക്കുമെന്നത് തീർച്ചയാണ്. പ്രിയപ്പെട്ട മിസ്റ്റർ പ്രസിഡന്റ്, വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉടൻ തന്നെ നിങ്ങളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സൗഹൃദത്തോടെ ജിയാനി ഇൻഫാന്റിനോ, ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കത്തയക്കുന്നത്. സംഗതി വളരെ കൃത്യമാണ്. അർജൻറ്റീന വേൾഡ് കപ്പിൽ 2ാം സ്ഥാനത്തെത്തി. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു നേട്ടമാണ്. ആ നേട്ടത്തിലേക്ക് എത്തിയതിന് കോച്ച് ലയണൽ സ്കലോനിയെയും താരങ്ങളെയും ടീമിൻ്റെ ടെക്നിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാഫിനെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. ആ അഭിനന്ദനം എൻ്റെ ഈ അഭിനന്ദനം നിങ്ങൾ അവരെ അറിയിക്കണം. അർജൻറ്റീന നേടിയത് വലിയൊരു നേട്ടമാണ് എന്നറിയിച്ചുകൊണ്ടാണ് ഫിഫ പ്രസിഡന്റ് ഇപ്പോൾ എഫയുടെ പ്രസിഡന്റിന് കത്തെഴുതിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.